2024 കഴിഞ്ഞത് അറിഞ്ഞില്ലല്ലേ? എത്ര പെട്ടെന്നാ മാസങ്ങള് കടന്നുപോയത്. 2025 പടിവാതിൽക്ക് കാത്ത് നിൽക്കാണ് ട്ടോ. പുതിയൊരു വർഷം ആരംഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവർക്കും ഒരു പുതിയ പുതുവത്സരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ഇന്ന് നമുക്ക് നല്ല കിഡിലും ഒരു സിമ്പിൾ റെസിപ്പി തന്നെ ആവാം. എന്തായാലും 2025 നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് നോമ്പല്ലേ. അപ്പം നോമ്പിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലും വന്ന വളരെ സിമ്പിളും ആയിട്ടുള്ള ഒരു റെസിപ്പി. ഇതുണ്ടാക്കാൻ ഞാനിവിടെ കുറച്ച് പഴമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നല്ല പൂവൻ പഴമാണ്, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ പൂവൻ പഴമാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷേ ഇത് ഇത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, ടേസ്റ്റോട് കൂടി ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ പൂവൻ പഴം എടുത്തിട്ട് ഞാനിവിടെ ഒരു 4 പൂവമ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് പഴത്തിൽ കുറവോ കൂടുതലോ ആക്കാം. ഞാനിവിടെ ഒരു 4 പൂവമ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല ജ്യൂസ് കടയിലും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പ്രൈസൊക്കെ ആയിരിക്കും, പക്ഷേ അതിനേക്കാളും വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഈ സംഭവം. സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷേ എല്ലാ കൂട്ടും കൂടിയാലാണ് കേട്ടോ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മളിവിടെ ഒരു 4 പൂവമ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു വലിയ ബൗളിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലത്തെ ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതിന് ജ്യൂസ് പോലത്തെ രൂപത്തിലാക്കിയാൽ നമുക്കതിന് പഴത്തിൻ്റെ ഒരു ഇതൊന്നും കിട്ടില്ല, പഴത്തിൻ്റെ ജ്യൂസ് പോലെ ആയിരിക്കും. ഇതിങ്ങനെ സ്മാഷ് ചെയ്യുമ്പോൾ ആ പഴത്തിൻ്റെ അതും കഴിക്കുന്നതും ഇതിൽ കൂട്ടുന്ന കൂട്ടുകളും ഒക്കെ കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് പാലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എന്താ പറയുക, പഴമൊക്കെ ഒന്ന് പൊങ്ങിക്കെടുക്കുന്ന രീതിയിൽ, എന്നാൽ കൂടുതൽ ലൂസാവും വേണ്ട, കുറച്ചൊന്ന് കുറുകണ ടൈപ്പിലായിട്ട് ഞാൻ പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 2.5 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതേപോലത്തെ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ സ്പൂണിൻ്റെ അളവിൽ ഒരു 2.5 ടീസ്പൂണോളം പഞ്ചസാരയാണ് കേട്ടോ ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് അവിൽ മിൽക്കാണ് കേട്ടോ. നല്ല അടിപൊളി അവിൽ മിൽക്കാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വലിയൊരു ജ്യൂസ് ഗ്ലാസ്സാണ് കേട്ടോ ആവശ്യം. അപ്പോൾ ആ ജ്യൂസ് ഗ്ലാസ്സിലോട്ട് നമ്മൾ ഈ പഴവും പാലും കൂടിയിട്ട് അടിച്ചിട്ടുള്ളത് ആദ്യം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഒരു ഭാഗത്തോളം ഈ പഴവും പാലും കൂടിയിട്ടുള്ള മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ അവിൽ മിൽക്കിൻ്റെ മിക്സ് നമുക്ക് വാങ്ങാൻ കിട്ടും. അതിൽ നമുക്ക് പൊരിയവൽ ഉണ്ടാവും, എന്നപോലെ ഡ്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാവും, എന്നപോലെ പൊട്ടുകടല, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കണ്ട സംഭവമാണ് കേട്ടോ ഈ ഒരു സാധനം. ഇതെന്ന് വെച്ചാൽ വാനിലയുടെ പൗഡറാണെന്ന് തോന്നുന്നു കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ ഇട്ട് കൊടുക്കാണ്ടാണ് കേട്ടോ കഴിച്ചത്. അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിൽ പകുതിയോളം ഈ പഴവും പാലും കൂടിയിട്ടുള്ള ഇത് നിറച്ച് കൊടുക്കാം കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു പാക്കറ്റ് ഇട്ട അവിൽ മിൽക്ക് സ്പെഷ്യൽ പൊരി അവിൽ എന്നാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിലെല്ലാ മിക്സും കിട്ടും. അവിൽ മിൽക്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മിക്സും അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഇതിൽ പിന്നെ പൊരി അവലാണ് പിന്നെ കാണിക്കാനുള്ളത്. ഈ പൊരി അവൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇതെങ്ങനെ ഇരിക്കും കേട്ടോ ഈ പൊരി അവൽ. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്താൽ അവിൽ മിൽക്ക് നല്ല കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ പൊരിയവൽ തന്നെയാണ് ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഞാനൊരു ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രത്തോളം പൊട്ടുകടല അതിൻ്റെ മുകളിലൊന്ന് സെക്കൻഡ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഡ്യൂട്ടി ഫ്രൂട്ടി ഉണ്ടോ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ഞാൻ കുറച്ചൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഗ്രീന് ഇട്ട് കൊടുക്കുന്നുണ്ട്, റെഡും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഡ്യൂട്ടി ഫ്രൂട്ടി റെഡ്, ഗ്രീന് അങ്ങനെ കളർഫുള്ളാക്കിയിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ, യെല്ലോ കളറും റെഡും പിന്നെ അതേപോലെ ആ ഗ്രീനൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ മേലോട്ട് നമുക്ക് കുറച്ച്, എനിക്ക് ഇതിൻ്റെ പേരറിയില്ല കേട്ടോ, ഈ സംഭവം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ലുക്ക് നല്ല ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി വേണ്ടവർക്ക് വേണമെങ്കിൽ ഇതിൽ വാനിലയുടെ പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ വാനിലയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കിഡിലും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് നോമ്പ് കാലത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. നല്ല വയറ് പെട്ടെന്ന് ഫുള്ളാവും ചെയ്യും. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.